Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? അടിപൊളിയായിരുന്നു ഓണം. നന്നായിരുന്നു. നന്നായിരുന്നു അല്ലേ? എല്ലാവരും സ്വന്തം വീടുകളിലേക്കൊക്കെ പോയോ? പോയി. തിരിച്ചു വന്നു അല്ലേ? മിസ്സിന് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ലതായിരുന്നു. അവിടുത്തെ പ്രോഗ്രാമിന്റെ ഒക്കെ കണ്ടായിരുന്നോ? എന്റെ ഡാൻസ് തിരുവാതിരയാണോ ഡാൻസ് ആണോ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടു. ഞാൻ മിസ്സിന്റെ ഒക്കെ ചെറിയൊരു ഇതേ കണ്ടുള്ളൂ. ഞാൻ ഡാൻസർ ഉണ്ടായിരുന്നില്ല. അവര് തിരുവാതിരയും അതുപോലെ തന്നെ മിക്സഡ് ആയിരുന്നു. ഡാൻസ് ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. മറ്റേ സ്റ്റാറ്റസിന്റെ കണ്ടത്. അന്നേരം എല്ലാരെയും കണ്ടു. മിന്നായം പോലെ എല്ലാരെയും ഒക്കെ കണ്ടു. ഫുഡ് കഴിച്ചു എല്ലാവരും? കഴിച്ചു. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. എങ്ങനെയുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്? വായിച്ചു നോക്കിയിട്ട് കുറച്ച് ദിവസം ആയില്ല നമ്മൾ അത് തന്നെ പഠിക്കുന്നേ. തുടങ്ങിയപ്പോ കേറിയിട്ടില്ല. സ്റ്റാർട്ടിങ് കേറിയില്ല. റെക്കോർഡ് ക്ലാസ് കാണാനും പറ്റിയില്ല. ഇനി അന്നേരം ഇവിടെ തിരക്കൊക്കെ ആയി. എല്ലാരും വരികയും ഒക്കെ ചെയ്തപ്പോഴത്തേനൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഫസ്റ്റ് ക്ലാസ് മിസ്സായി. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കേൾക്കണമെങ്കിൽ. ബാക്കിയുള്ളവർക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ടഫ് ഉണ്ടോ ഡിസാസ്റ്റർ പഠിക്കുമ്പോ? ഉണ്ടെങ്കിൽ തുറന്ന് പറയാ കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാം. പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് ഡിസാസ്റ്റർ ഫേസില് ഇൻസിഡന്റ് സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയും ബിയും പറഞ്ഞു അല്ലെ? അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ. ഈ പാരഗ്രാഫ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചായിരുന്നോ? ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നേ. റീഡ് ചെയ്യാൻ പറഞ്ഞിട്ട് റീഡ് ചെയ്തായിരുന്നോ? ഓർമ്മയുണ്ടോ? ഓക്കെ. അതൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നില്ലേ ബ്ലാക്ക് കളറില്? ഡിസാസ്റ്റർ സ്ട്രൈക്സ് അതൊന്ന് റീഡ് ചെയ്യൂ. ആ പാരഗ്രാഫ് മാത്രം ഒന്ന് റീഡ് ചെയ്താൽ മതി കേട്ടോ. മൈക്കില് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ആദ്യം വായിക്കാം കേട്ടോ. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്സ് ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ, അതായത് ദുരന്തം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ പാലിക്കേണ്ട ചില പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടതെന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. Authorized individuals are called to declare a doctor major, CEO, medical director, nursing director, senior physician implements the disaster plan. Police and fire departments are informed. Telephone operator announces doctor major 3 times every 13 seconds for a period of 3 minutes. Physicians and other staff who are off duty are recalled. All departments implements established procedure. Written instructions are given for maintaining important areas to medical staff and house officers by a designated staff. Special instructions are given to disaster chief, chief of emergency room, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relatives waiting room, admitting office, ray department, blood bank, CSSD. Okay, chiefs are assigned to key areas. Security and support the personnel control. The traffic triage is initiated next to ambulance entrance. Okay. ഇപ്പൊ വലിയൊരു പാരഗ്രാഫ് ആണല്ലേ. ആ പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ദുരന്തം നടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ പാലിക്കേണ്ട നടപടികളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത് അല്ലെ. അപ്പോ ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്, അതായത് പ്രത്യേക സാഹചര്യങ്ങളില് ഡോക്ടർ മേജർ എന്ന് പറയുന്ന ഒരു എമർജൻസി ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ദുരന്തം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പൊ മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ദുരന്തം നടന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഡോക്ടർ മേജർ എന്ന ഒരു എമർജൻസി ഔദ്യോഗികമായി അല്ലെങ്കിൽ ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഡോക്ടർ മേജർ എന്ന് പറയുന്ന സ്ഥലത്ത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ദുരന്തം നടക്കുന്ന സമയത്ത് ഡോക്ടർ മേജർ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരുടെ അനുവാദത്തിലാണ് അല്ലെങ്കിൽ ആരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഈ ഡോക്ടർ മേജർ പ്രഖ്യാപിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഹോസ്പിറ്റലിന്റെ സിഇഒ, അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ മുതിർന്ന അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്നിവരാണ് ഡോക്ടർ മേജർ പ്രഖ്യാപിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു, അതായത് പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും ഉടൻ തന്നെ വിളിച്ചറിയിക്കുന്നു. ഓക്കെ, അതായത് ഇത് ദുരന്തം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ. അപ്പൊ ഡോക്ടർ മേജർ പ്രഖ്യാപിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കുന്നതോടുകൂടി ഉടനെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു, പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും ഉടൻ തന്നെ വിളിച്ചറിയിക്കും. അതുപോലെ തന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ 30 സെക്കൻഡിനൊരിക്കൽ ഡോക്ടർ മേജർ 3 പ്രാവശ്യം വിളിക്കും. ഇത് 3 മിനിറ്റോളം തുടരും. ഓക്കെ, അതായത് 30 സെക്കൻഡിന്റെ ഇടവേളകളിൽ ഇന്റർവെൽ എടുത്തിട്ട് 3 പ്രാവശ്യം ഡോക്ടർ മേജർ എന്ന് വിളിക്കും. ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ എന്ന് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇത് 3 മിനിറ്റോളമാണ് ഈ ഒരു ഡിക്ലറേഷൻ നീണ്ടു നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ 30 സെക്കൻഡിന്റെ ഇടവേളകളിൽ 3 പ്രാവശ്യം 3 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഡിക്ലറേഷൻ ആണ് ടെലിഫോൺ ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഡോക്ടർ മേജറിന് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ, അതായത് അതിനർത്ഥം ഡ്യൂട്ടിയിലില്ലാത്ത ഡോക്ടർമാരെയും സ്റ്റാഫിനെയും ഒക്കെ തിരികെ വിളിക്കും. ഓക്കെ, അപ്പൊ ഡോക്ടർ മേജർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാല്, ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാല്
ഉടനെ തന്നെ എന്ത് ചെയ്യും, ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ചില ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ, നേഴ്സുമാര് ഇവരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ എന്ത് ചെയ്യും, റീകോൾ ചെയ്യും, തിരികെ വിളിക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും തയ്യാറാക്കിയ ദുരന്ത നടപടിക്രമം നടപ്പിലാക്കും. ഓക്കെ. അതായത് എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താണോ ഡിസാസ്റ്റർ പ്ലാൻ അത് നടപ്പിലാക്കാനായിട്ട് തുടങ്ങും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ആശുപത്രിയിലെ ഇമ്പോർട്ടന്റ് ഏരിയകളിൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനായി റിട്ടൺ ഇൻസ്ട്രക്ഷൻ നൽകും. ഓക്കെ. അപ്പൊ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ എന്ത് ചെയ്യും, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വിവിധ ഏരിയകളുടെ ചുമതലകൾ ഉള്ളവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകും. അപ്പൊ ഹോസ്പിറ്റലിൽ നമുക്കറിയാം പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, പലതരത്തിലുള്ള ഏരിയകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക്, ആ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് എന്ത് കൊടുക്കും, പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് ഡിസാസ്റ്റർ ചീഫ് വരാം, അതുപോലെ തന്നെ എമർജൻസി റൂം ചീഫ് വരാം, ട്രയേജ് ഏരിയ വരാം, അതുപോലെ തന്നെ എമർജൻസി വെയിറ്റിംഗ് റൂം വരാം, സ്റ്റാഫ് ഹോൾഡിംഗ് ഏരിയ വരാം, അതുപോലെ തന്നെ മാനസികമായിട്ട് അസ്വസ്ഥരായിട്ടുള്ള രോഗികൾക്കുള്ള ഏരിയകൾ വരാം, അതുപോലെ തന്നെ റിലേറ്റീവ്സിന്റെ ഏരിയ റൂം വരാം, അതുപോലെ അഡ്മിറ്റിംഗ് ഓഫീസ്, എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക്, CSSD. CSSD എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടോ? CSSD പഠിച്ചോ? ഓക്കെ. അപ്പൊ ഇത്തരത്തില്, അതായത് ഈ ഒരു ഞാൻ ഇത്രയും പറഞ്ഞ ഏരിയകളാണ് ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസിൽ അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ. അവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ട്രാഫിക്, അതായത് തിരക്കുകളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ട്രയേജ് ആംബുലൻസ് എൻട്രൻസിന് സമീപമാണ് ആരംഭിക്കുന്നത്. അതായത് നമ്മൾ ട്രയേജ് തുടങ്ങുന്നത്, അതായത് രോഗികളെ സോർട്ട് ഔട്ട് ചെയ്ത് അകത്തേക്ക് കയറ്റി വിടുന്നത് മെയിൻ എൻട്രൻസിന് മുന്നിലായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ആളുകളെ അവിടെ നിയോഗിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഡോക്ടർ മേജർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് ട്രയാജ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. ട്രയേജ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. അതായത് പരിക്കേറ്റവരെ ഒന്നിച്ചുകൂട്ടി കൂമ്പാരമാക്കുന്നതിന് അനുവദിക്കരുതെന്ന്. അതായത് ഭയങ്കരമായിട്ടുള്ള റഷും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് അനുവദിക്കരുത്. ഓക്കെ. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയാ, കൂടുതലായിട്ട് പരിക്കേറ്റ ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അവരുടെ എന്താ പറയുക, കൂടുതലായിട്ടുള്ള ആളുകൾ എൻട്രൻസിലേക്ക് വരും. അപ്പൊ അവിടെ കൂടുതൽ തിരക്കുണ്ടാവാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനായിട്ട് അനുവദിക്കരുതെന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തത് സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി. എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, അതായത് തരംതിരിക്കുക. ആദ്യം ഏറ്റവും ആദ്യം കെയർ കൊടുക്കേണ്ട ആൾക്ക് ഏറ്റവും ആദ്യം കൊടുക്കുക, അതിനുശേഷം രണ്ടാമത്, മൂന്നാമത്, എന്നിങ്ങനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക. മൂന്നാമത് ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. അതായത് അവരെ ടാഗ് ചെയ്യുക. അതായത് ചിലവർക്ക് ഐഡന്റിഫിക്കേഷൻ മറ്റൊക്കെ കൊടുക്കാറുണ്ട്, ടാഗുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അതായത് ചില ബ്രേസ്ലെറ്റുകൾ എന്ന് പറയും നമ്മള്. അതായത് എന്താ പറയാ, ഇപ്പോ ICU പേഷ്യൻസിനൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയായിരിക്കും, കയ്യിലൊക്കെ ബാൻഡുകൾ ഇടുന്നത് കാണാനായിട്ട് സാധിക്കും, പല കളറിലുള്ള. അപ്പൊ അവരെ ടാഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവരെ ടാഗ് ചെയ്യുക. ഓക്കെ.
ദെൻ റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്, രോഗിയെ ശരിയായ ട്രീറ്റ്മെന്റ് ഏരിയകളിലേക്ക് അയക്കുക. ഓക്കെ, അതായത് ICUയിൽ പോവേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവർ ICUയിലേക്ക് കടത്തുക, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുക. അപ്പൊ ശരിയായിട്ടുള്ള ഏരിയകളിലേക്ക് രോഗികളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാല് do not allow casualties to pile up, sort the patients rapidly, tag them appropriately, route to appropriate treatment areas. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത് നിന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. ആ ഒരു പേജ് റീഡ് ചെയ്യാ കേട്ടോ. ട്രീറ്റ്മെന്റ് ഏരിയാസ് തുടങ്ങി ഒന്ന് റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നോ? ഓക്കെ ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് ഏരിയാസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ട്രീറ്റ്മെന്റ് ഏരിയാസ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നുണ്ട് എമർജൻസി റൂം ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ, ലൈഫ് ത്രെട്ടണിങ് ഹെമറേജ്. ഓക്കെ, അതായത് എമർജൻസി റൂമിലോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷനിലുള്ളവരായിരിക്കും. ഫോർ എക്സാമ്പിൾ ജീവന് ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥകൾ നേരിടുന്നവര്, അമിതമായിട്ട് രക്തസ്രാവം ഉള്ളവര്, വലിയ പരിക്കുകൾ ഉള്ളവര്, അതായത് ഹൈ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളവര്, അതുപോലെ തന്നെ ഹൈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളെയാണ് എമർജൻസി റൂമിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷനാണ്
ലൈഫ് ത്രെട്ടനിങ് എന്ന് പറഞ്ഞാല് ജീവന് ഭീഷണിയാകുന്ന കേസുകള്, അതുപോലെ ഹെമറേജ്, അമിതമായിട്ട് രക്തസ്രാവം ഉള്ളവര്, അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളുള്ളവര്, ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോകുന്ന ഏരിയ എന്ന് പറയുന്നത് എമർജൻസി റൂമിലോട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ആ ലൈഫ് ത്രെട്ടനിങ് ആൻഡ് ഹെമറേജ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? then അടുത്തത് സെക്കൻഡ് എന്ന് പറയുന്നത് ഏരിയ സർജറി ആണ്, സർജറി റൂം. ഓക്കെ, ഇപ്പൊ സർജറി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സർജറി റൂമിലോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറയുന്നത് സീരിയസ് കാഷ്വാലിറ്റീസ്, ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. അതായത് ഗുരുതരമായിട്ട് പരിക്കുകളുള്ള ആളുകള്, അതുപോലെ തന്നെ ചെസ്റ്റ്, അതുപോലെ തന്നെ അബ്ഡോമൻ, അതായത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗവും വയറിന്റെ ഭാഗവും ഒക്കെ തുറന്ന എന്താ പറയാ പരിക്കുകൾ ഉണ്ടാവാം. അതായത് ആ ഭാഗമൊക്കെ എന്താണ് പിളരുക എന്ന് പറയില്ലേ നമ്മള്, അതായത് നെഞ്ച് രണ്ടായിട്ട് പിളരുക, അതുപോലെ തന്നെ വയറിന്റെ ഭാഗം രണ്ടായിട്ട് തീറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതായത് വയറിനും നെഞ്ചിനും സാരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുള്ള ആളുകളെ സർജറി റൂമിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, then അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെലിവറി സ്യൂട്ട് ആണ്. അതായത് ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോകുന്നവരെന്ന് പറഞ്ഞാല് വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി, ട്രോമറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ, അതായത് ഡെലിവറി പെയിൻ അനുഭവിക്കുന്ന ആളുകള്. അതായത് ഈ ദുരന്തം നടക്കുന്ന സമയത്താണ് ചിലപ്പോൾ അവരുടെ പ്രസവം അടുക്കുന്നെങ്കിൽ, ഡെലിവറി അടുക്കുന്നതെങ്കിൽ അവരെ എന്ത് ചെയ്യാം, ഡെലിവറി സ്യൂട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻ ഉള്ള ആളുകള്, അതുപോലെ തന്നെ അതായത് ഇഞ്ചേർഡ് ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡീസ്, അതാണ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത്. അതായത് അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ദുരന്തം നടക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ പരിക്കുകളേക്കാം. അപ്പൊ അവരെ കൊണ്ടുപോകുന്നത് ഡെലിവറി സ്യൂട്ടിലോട്ടാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. then നാലാമത്തേതെന്ന് പറഞ്ഞാൽ ICU ആണ്. ICU മെഡിക്കൽ എമർജൻസീസ് ആണ്. അതായത് അതീവമായിട്ടുള്ള, അതായത് ഭയങ്കരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുള്ള ആളുകളെ കൊണ്ടുപോകുന്ന ഏരിയയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. The next one, OPD area, insalvageable cases. Insalvageable cases എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ആളുകള്, അതായത് എന്തായാലും മരണം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ നമ്മൾ OPD ഏരിയയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇൻസാൽവജബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അവർക്ക് മരണം സംഭവിക്കും, നമുക്കധികം പ്രതീക്ഷിക്കാനായിട്ട് യാതൊരു ഹോപ്പില്ല, അങ്ങനെ ഉള്ള ചില ആളുകൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ളവരെ OPD ഏരിയയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, then ആറാമത്തേത് ഒരു സെന്റൻസ് എററുണ്ട് അതിനകത്ത്. നിങ്ങളുടെ ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെയാണോ കൊടുത്തിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ആണോ? ആറാമത്തെ പോയിന്റ് നമ്മുടെ സ്ക്രീനിലുള്ള പോലെ തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഓക്കെ, യാതൊരു കണക്ഷനും ഇല്ലാത്ത പോലെയാണ് നമ്മൾക്ക് സെന്റൻസ് വായിച്ച് തോന്നുന്നത്, അല്ലേ? ആണോ? വായിച്ചിട്ട് എന്ത് തോന്നി നിങ്ങൾക്ക്? റേഡിയോളജി ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപെഡിക്സ് ആൻഡ് ദെൻ സെന്റൻസ് കംപ്ലീറ്റ് അല്ല, അല്ലെ? കംപ്ലീഷൻ ഇല്ല. അപ്പോ അതിന് പകരം നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഞാൻ പറയുന്ന കാര്യം. ഫ്രാക്ചേഴ്സ് പേഷ്യൻസ്, ഫ്രാക്ചേഴ്സ് അതായത് പരിക്കുകളുള്ള രോഗികൾ. ഫ്രാക്ചേഴ്സ് പേഷ്യൻസ് are sent to orthopedics after radiological evaluation. ഒന്നും കൂടി പറയാം കേട്ടോ. ഫ്രാക്ചേഴ്സ് പേഷ്യൻസ് are sent to orthopedics
ആഫ്റ്റർ റേഡിയോളജിക്കൽ ഇവാലുവേഷൻ. Fractures patients are sent to orthopedics after radiological evaluation. 6th point ആണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഗ്രാമാറ്റിക്കലി എറർ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഓക്കെ, എന്താണ്, അതായത് പരിക്കേറ്റിട്ടുള്ള വ്യക്തികള്, അതായത് ചിലപ്പോ എല്ല് പൊട്ടല്, അതുപോലെ തന്നെ സാരമായിട്ടുള്ള പരിക്കുകളുള്ള ആളുകള്, ഇവരൊക്കെ എന്ത് ചെയ്യും? അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകും അല്ലെ. എന്തിനാണ് കൊണ്ടുപോകുന്നത്? എക്സ്റേയോ സ്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഇവാലുവേഷന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്? ഓർത്തോപീഡിക് വിഭാഗത്തിലേക്ക് അവരെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എന്തെങ്കിലും പൊട്ടലുകളോ, അതായത് എല്ല് പൊട്ടലുകളോ അല്ലെങ്കിൽ ഉളുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് അവരെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എക്സ്റേയോ സ്കാനോ വിധേയമാക്കി ഓർത്തോപെഡിക് വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? അടുത്ത 7ാമത്തെ പോയിന്റ് നോക്കി. എമർജൻസി റൂം എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്? എമർജൻസി റൂം അല്ല കേട്ടോ, നമ്മളൊരു എമർജൻസി റൂം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് നോൺ എമർജൻസി റൂമാണ്. നോൺ കേട്ടോ, അതിന്റെ കൂടെ NON ഒന്ന് ചേർക്കുക. നോൺ എമർജൻസി റൂമാണ്. അതായത് അത്രയധികം ഗുരുതരമല്ലാത്ത പരിക്കുകളുള്ള ആളുകൾ അല്ലെ, അത് മൈനർ ഇഞ്ചുറീസ്, അതുപോലെ തന്നെ നടന്നു വരാവുന്ന പേഷ്യൻസ്, ദാറ്റ് മീൻസ് ആംബുലേറ്ററി പേഷ്യൻസ്. അതായത് അവർക്ക് സ്ട്രെച്ചറിന്റെയോ അല്ലെങ്കിൽ വീൽ ചെയറിന്റെയോ ഒന്നും ആവശ്യമില്ല, അവർക്ക് നടന്ന് ആ ഒരു റൂമിലോട്ട് വരാം. ദാറ്റ് ഈസ് ആംബുലേറ്ററി പേഷ്യൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ, അവർക്ക് ചിലപ്പോൾ പരിക്കുകൾ ഏറ്റിട്ടുണ്ടാകാം, പക്ഷെ അവരുടെ പരിക്കുകൾ ഗുരുതരമായിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒന്നല്ല, സോ അവർക്ക് നടന്നു വരാം. ഓക്കെ, അപ്പൊ മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ബാധിച്ചവര്, അതുപോലെ തന്നെ ആംബുലേറ്ററി പേഷ്യൻസ്, ഇവരെ ചികിത്സിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നോൺ എമർജൻസി റൂമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് സൈക്യാട്രി ആണ് അല്ലെ. സൈക്യാട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്. അതായത് ചെറിയ രീതിയിൽ എന്താ പറയാ, മെന്റൽ ഇംബാലൻസ് ഉള്ളവര്, അതായത് പെരുമാറ്റ പ്രശ്നങ്ങളുള്ളവര് അല്ലെ, മെന്റലി ചിലപ്പോൾ ഡൗൺ ആയിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ ബിഹേവിയറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉള്ളവര്, അത്തരത്തിലുള്ള ആളുകളെ നേരെ സൈക്യാട്രി വിഭാഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, ചില ആളുകൾക്ക് ആ ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് അതിന്റെ ആഘാതം അല്ലെങ്കിൽ അതിന്റെ ഷോക്ക് മൂലം ചിലപ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടാകാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള ഏരിയയും ഹോസ്പിറ്റലിലുണ്ട്. അടുത്തത് മെഡിറ്റേഷൻ റൂം ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. അതായത് മെഡിറ്റേഷൻ റൂം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട്, ഇതുപോലെ തന്നെ മാനസികമായിട്ട് സൈക്കാട്രിയിലേക്ക് കൊണ്ടുപോകുന്ന അത്രയും അധികം കോംപ്ലിക്കേഷൻ ഇല്ല, എന്നാലും അവരുടെ എന്താ പറയാ, തൽക്കാലത്തേക്കെങ്കിലും ടെമ്പററി ആയിട്ടാണെങ്കിലും അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ, അസ്വസ്ഥരാണ് അവരെപ്പോഴും. ഓക്കെ, ദാറ്റ് ഈസ് മെഡിറ്റേഷൻ റൂമിലേക്ക് അത്തരത്തിലുള്ള ആളുകളെയാണ് കൊണ്ടുപോകുന്നത്. 10th വൺ എന്ന് പറയുന്നത് സെമിനാർ റൂമാണ്. സെമിനാർ റൂം അൺഇഞ്ചേർഡ് ഡിസ്ചാർജ്ഡ് പേഷ്യൻസ് റിലേറ്റീവ്സ്. സെമിനാർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് പരിക്കേറ്റാത്ത വ്യക്തികളായിരിക്കും. ചിലവരെ ഭാഗ്യം കൊണ്ടൊക്കെ ചിലർക്കൊന്നും സംഭവിക്കില്ല അല്ലെ. അപ്പൊ അൺഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകള്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അവരുടെ റിലേറ്റീവ്സിനൊക്കെയാണ് സെമിനാർ റൂമിൽ കൊണ്ടുപോകുക.
ഓക്കെ, ഇത്തരത്തിലാണ് അറേഞ്ച്മെന്റ്സ് നടക്കുന്നത് കേട്ടോ. ഓരോ ആളുകൾക്കും എവിടെയാണ് ഓരോ ആളുകളെയും ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകളെയും എങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 10th പോയിന്റ് വരെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റോ, എമർജൻസി റൂം ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ. ഫസ്റ്റ് പോയിന്റ് പറയാം. അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കുകള് പറ്റിയിട്ടുള്ള ആളുകള്, അതായത് ജീവന് ഭീഷണിയുള്ള കേസുകള്, അതുപോലെ തന്നെ അമിതമായിട്ട് രക്തസ്രാവം, ഹൈ ബ്ലീഡിംഗ് ഉള്ള ആളുകള്, ഇവരെയൊക്കെയാണ് എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഡെഫിനിറ്റീവ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അതായത് എത്രയും പെട്ടെന്ന് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഡാറ്റ റെക്കോർഡഡ് ആൻഡ് ഡയറക്റ്റഡ് ടു ദ ബിസിനസ് ഓഫീസർ, അഡ്മിറ്റിംഗ് ഓഫീസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ആൻഡ് റിലീസ്. അതായത് ദുരന്തത്തെ കുറിച്ച്, ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള വിവരങ്ങള് ശേഖരിച്ച് കളക്ട് ചെയ്ത് അത് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഡിസാസ്റ്ററുമായി ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകള് ആ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് എത്രയും പെട്ടെന്ന് ഓഫീസുകൾ, അതായത് പലതരത്തിലുള്ള ഓഫീസുകൾ ഉണ്ട് അല്ലെ, അതായത് ബിസിനസ് ഓഫീസ് ഉണ്ട്, അഡ്മിഷൻ ഓഫീസ് ഉണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസ് ഉണ്ട്, എന്നിവർക്ക് ഡിസാസ്റ്ററിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങള് പാസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, പേഷ്യൻസ് ഹു ആർ ഡിസ്ചാർജ് ആൻഡ് ഡയറക്റ്റഡ് ടു അഡ്മിറ്റിംഗ് ഡിസ്ചാർജ് ഓഫീസ്. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികള്, അതായത് ദുരന്തം സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള പരിക്കുകളൊക്കെ ഏറ്റ് വന്നിട്ടുള്ള ആളുകളെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം. അവരെ അഡ്മിറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിലേക്ക് മാറ്റുക, അവരെ വേറൊരു ഏരിയയിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നാലാമത്തെ പോയിന്റ്, ഡിസാസ്റ്റർ ചീഫ്, മെഡിക്കൽ ഡയറക്ടർ, Director of Nursing, CEO may authorize an all clear announcement. ഇനി എന്താണ്, അതായത് ഡിസാസ്റ്റർ ചീഫ് അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, സിഇഒ, അവരാണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്താനായിട്ട് പെർമിഷൻ ഉള്ളത്. അതായത് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ മേജർ പ്രഖ്യാപിക്കുകയും ദുരന്തത്തിന്റെ തീവ്രത കുറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഡോക്ടർ മേജർ എപ്പോഴാണ്? ബിഗിനിങ്ങിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തുന്നത് ആ ദുരന്തത്തിന്റെ തീവ്രത ഒന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ ആളുകളെയും വേണ്ട ഏരിയകളിലേക്ക് മാറ്റി കഴിഞ്ഞാല് എന്ത് ചെയ്യും? ദുരന്തം അവസാനിച്ചു എന്ന് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കും. ഓക്കെ, അപ്പോ ആർക്കാണ്? ഡിസാസ്റ്റർ ചീഫ് അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, സിഇഒ, ഇവർക്കാണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കാനുള്ള പെർമിഷൻ ഉള്ളത്. The telephone operator will then make an all clear announcement over the public address system. സാസം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ എങ്ങനെയാണോ ഒന്ന് നോക്കാമോ? ടെക്സ്റ്റിൽ എന്താണ്? SDM എന്നാണോ? ഏറ്റവും ലാസ്റ്റ് പോയിന്റ് നോക്കിയ നിങ്ങള്, സിസ്റ്റം ആണ്. ഓക്കെ, പബ്ലിക് അഡ്രസ് സിസ്റ്റം, she or he will announce the code green. അപ്പോ ഈ ഒരു ഡിസാസ്റ്റർ ചീഫിന്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറിന്റെയോ പെർമിഷനോട് കൂടിയിട്ട് ടെലിഫോൺ ഓപ്പറേറ്റർ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നു ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റം വഴി. അതായത് നമുക്ക് സ്പീക്കറിലൂടെയോ ഫോൺ വഴിയോ മൈക്ക് വഴിയോ ഒക്കെ എന്ത് ചെയ്യാം,
ഈ ഒരു ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്താം. ദാറ്റ് ഈസ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ഗ്രീൻ ആയിട്ട് അനൗൺസ് ചെയ്യും. അതായത് എല്ലാം ക്ലിയർ ആയി എന്നുള്ള അർത്ഥത്തില് കോഡ് ഗ്രീൻ അവിടെ ഡിക്ലെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ക്ലിയർ ആയി. ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഇസ് റിലേറ്റഡ് ടു കോഡ് ഗ്രീൻ. ഓക്കെ. ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. Next, disaster deactivation, demobilization phase. Declaring the disaster to be over, the decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administrators. The deactivation should not be too early, premature, or too late. It is very difficult to reactivate the emergency plan once it has been declared over because staff tiredness starts, which is difficult to overcome. ഓക്കെ. ഇനി അടുത്തത് പറയുന്നതെന്ന് വെച്ചാല് ഡിസാസ്റ്റർ ഡീആക്ടിവേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഡിസാസ്റ്റർ ഒരു ഫേസ് ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ സ്റ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരന്തം അവസാനിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് കേട്ടോ. ദുരന്തം അവസാനിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതായത് അതായത് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസിഡന്റ് കമാൻഡറുമായും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ചേർന്ന് സൂക്ഷ്മമായി ആ ഡിസാസ്റ്റർ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഡിസാസ്റ്റർ ആക്ടിവേഷൻ പ്രഖ്യാപിക്കൂ. അപ്പോ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കെയറുകൾ കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഓരോ ഏരിയകളിലേക്കും ആക്കി അതിനുശേഷം മാത്രമാണ് ഈ ഒരു ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തുക. അപ്പൊ അതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, ദുരന്തം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ. ഇനി രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വളരെ പെട്ടെന്നും വളരെ വൈകിയും ഈ ഒരു ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പ്രഖ്യാപിക്കരുത്. ഓക്കെ. അതായത് വളരെ നേരത്തെ ആകരുത് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ചില രോഗികളെയൊക്കെ കൊണ്ടുപോയിട്ട് മറ്റ് ഏരിയകളിൽ കൊണ്ടുപോയി അവർക്ക് കെയർ കൊടുക്കാനുണ്ടാകും. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മള് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ വളരെ നേരത്തെ ആവരുത്, എന്നാൽ വളരെ വൈകിയും ആവരുത്. ഓക്കെ. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വർക്കുകൾ അവർക്ക് ഉണ്ടാവും അല്ലെ. ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ധാരാളം ജോലികൾ അവർക്ക് അതുമായി ചെയ്യാനുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ജോലി അവസാനിപ്പിക്കും. ഓക്കെ. പിന്നീടായിരിക്കും ചിലപ്പോൾ അറിയുന്നത് അത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ജോലി ബാക്കിയുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോ ഈ ഒരു ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നും എന്നാൽ വളരെ വൈകിയും ആകരുത്. അത് സ്റ്റാഫുകൾക്കിടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ നിങ്ങള്. നെക്സ്റ്റ് പേജ് റീഡ് ചെയ്തോളൂ.
ഓക്കെ, കഴിഞ്ഞായിരുന്നോ? ഇനി അടുത്തത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നത്. ഓക്കെ, മീഡിയാസിന് ഇൻഫോർമേഷൻ കൊടുക്കില്ല. നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് കാണാറുണ്ട് അല്ലെ, ന്യൂസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൊടുക്കുന്നത്, ഇപ്പൊ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് മീഡിയക്ക് വിവരങ്ങൾ കൈമാറുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആക്ട്സ് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ആയിരിക്കും പേഷ്യന്റിനും പേഷ്യന്റ് റിലേറ്റീവ്സിനും ഉണ്ടാവുക. അപ്പോ അവർക്കിടയിൽ നിന്നുകൊണ്ട് ഒരു മീഡിയേറ്റർ, അതായത് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ അതായത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർമാർക്കും അതുപോലെ തന്നെ പേഷ്യന്റ് റിലേറ്റീവ്സിനും ഇടയിൽ നിന്നുകൊണ്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തത് സെൻട്രലൈസസ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. അതായത് കാഷ്വാലിറ്റീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. കാഷ്വാലിറ്റീസിൽ എത്ര പേരാണ് സീരിയസ് ആയി കിടക്കുന്നത്, എത്ര പേരാണ് ഡെത്ത് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻ നൽകുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫുകൾ നിയന്ത്രിക്കുക. അതായത് നമുക്കറിയാം ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ നടക്കുന്ന സമയത്തൊക്കെ അതായത് ഈ പരിക്കേറ്റ് കൊണ്ടുവരുന്ന ആളുകളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില സമയത്ത് ബ്ലർ കാണിക്കാറുണ്ട് ചാനൽസിൽ. അതായത് അവരുടെ പിക്ചർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിസിബിൾ ആവില്ല, ബ്ലർ കാണിക്കും ഇല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെ കാണിക്കാനായിട്ട് പാടില്ല അല്ലെ, അത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അത്തരത്തില് ഈ ഫോട്ടോഗ്രാഫുകളൊക്കെ മറ്റെടുക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് പ്രിപ്പയേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റഡ് കാഷ്വാലിറ്റി ലിസ്റ്റ്. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് എത്ര പേരാണ് അവിടെ ചികിത്സയിലുള്ളത്, എത്ര പേരാണ് ഡെത്ത് ആയിട്ടുള്ളത്, അങ്ങനെ ഉള്ള കംപ്ലീറ്റ് ലിസ്റ്റ് അതായത് അപ്ഡേറ്റഡ് ആക്കുക. അതായത് ഓരോരുത്തർക്ക് ചിലപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ഓരോ ആളുകളും മരിക്കുന്നത്. അപ്പോ എപ്പോഴും എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം കാഷ്വാലിറ്റി ലിസ്റ്റ് പുറത്തുവിടേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ്സ് ആണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അത്രയും പോയിന്റുകളാണ് ഉള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ. അതായത് എമർജൻസിയിലെ ആളുകൾ എങ്ങനെയൊക്കെയാണ് കരുതിയിരിക്കേണ്ടതെന്നാണ് അടുത്തതായിട്ട് വരുന്നത്. റിമെയിൻ ഇൻ ദർ ഏരിയ, ഡിഫർ ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവര് സ്വന്തം ഏരിയയിൽ തന്നെ തുടരാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ജീവൻ ലൈഫ് ത്രെട്ടണിംഗ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അവരുടെ ജോലികൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവരുടെ സാധാരണ ജോലികൾ എന്താണോ അത് ചെയ്യുക എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഏരിയയിൽ തന്നെ തുടരണം. അതായത് അവര് എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുന്നു. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. അതുപോലെ തന്നെ ദുരന്തത്തില് ഡിസാസ്റ്ററിൽ പരിക്കേറ്റുള്ള രോഗികളെ സ്വീകരിക്കുക, അവർക്ക് ലൈഫ് സേവിംഗ് കെയർ കൊടുക്കുക. ഓക്കെ, അപ്പോ എത്രയും പെട്ടെന്ന് ആ സീരിയസ് ആയിട്ട് വരുന്ന ആളുകളെ റിസീവ് ചെയ്യുകയും അവർക്ക് ലൈഫ് സേവിംഗ് കെയർ കൊടുക്കുകയും ചെയ്യണം.
Then രണ്ടാമത്തെ പോയിന്റ്, see that extra nurses are assigned from the floors. പിന്നെ നമുക്കറിയാം ഈ എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോ എമർജൻസി ഏരിയയിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റികളിലൊക്കെ നഴ്സുമാര് തികയാത്തൊരു സാഹചര്യം വരും. അപ്പോ എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നഴ്സുമാരെ ഇങ്ങോട്ടേക്ക് വലിക്കണം, ഇങ്ങോട്ടേക്ക് എമർജൻസി റൂമിലോട്ട് കേട്ടോ. ഓക്കെ. Then മൂന്നാമത്തെ പോയിന്റ്, are accountable that crash cards are bought and kept in readiness in the triage area. ഓക്കെ, അതായത് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത് എമർജൻസി മെഡിസിൻസ് ആണ് കേട്ടോ. എമർജൻസി മെഡിസിൻസ് ആണ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ് ട്രോളികളും ഉണ്ട്. ഓക്കെ, ക്രാഷ് കാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയാം, എമർജൻസി മെഡിസിൻസ് ആൻഡ് എക്യുപ്മെന്റ് ട്രോളി. ഇതൊക്കെ ട്രയേജ് ഏരിയയിൽ തയ്യാറാക്കി വെക്കണം. ഓക്കെ. Then ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് പോർട്ടബിൾ എക്സ്റേ മെഷീൻ ബ്രോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പോർട്ടബിൾ എക്സ്റേ മെഷീൻ പോലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കണം. ഓക്കെ, അപ്പോ ഇതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് സെക്യൂരിറ്റി ഒന്ന് നോക്കാം. സം ഓഫ് ദ ഡ്യൂട്ടീസ് ആർ, അതായത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. വർക്കിംഗ് ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്, അതായത് ലോക്കൽ പോലീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. എന്തെങ്കിലും ഡിസാസ്റ്റർ വരുന്ന സമയത്താണെങ്കിൽ അവരുടെ സഹായം അല്ലെങ്കിൽ അവരുടെ സഹകരണം ഉറപ്പാക്കുക. രണ്ടാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, അതായത് എന്താ പറയാ, ഹോസ്പിറ്റലിനകത്തും പുറത്തും ക്രമസമാധാനം പാലിക്കുക. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഡയറക്ട് ട്രാഫിക് സോ ആസ് നോട്ട് ടു ബ്ലോക്ക് ദ ഫ്രീ എൻട്രി ഓഫ് പേഷ്യൻസ് ക്യാരിയിങ് വെഹിക്കിൾസ് ടു ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. പിന്നെ ട്രാഫിക് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. രോഗികളുമായി വരുന്ന വാഹനങ്ങൾക്ക് പ്രവേശന, അതായത് അവർക്ക് എൻട്രൻസിന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നോക്കുക എന്നുള്ളത് ഇവിടെ പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഇട്ടാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഡീആക്ടിവേഷൻ ടു ഏർലി ഓർ ടു ലേറ്റ് എന്നല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഒന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീആക്ടിവേറ്റ് ദ എമർജൻസി പ്ലാൻ വൺസ് ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ഓവർ ബിക്കോസ് സ്റ്റാഫ് ടയർഡ്നെസ് സ്റ്റാർട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഓവർകം എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഏതാണ് പറഞ്ഞത്? അതായത് ഈ എന്താ പറയുക, നമ്മളിവിടെ പറഞ്ഞല്ലോ, ഈ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ നേരത്തെയും അതുപോലെ തന്നെ വളരെ വൈകിയും ആവരുതെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പ്രഖ്യാപിക്കാനായിട്ട് ഒരു സിഇഒ അനുവാദം കൊടുത്തു എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ എന്താ പറയാ, ആ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ വളരെ നേരത്തെ ആയിരിക്കാം ചിലപ്പോ അനൗൺസ്മെന്റ് കൊടുക്കുന്നത്. അനൗൺസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് സ്റ്റാഫുകൾ എന്ത് ചെയ്യും? അവരുടെ വർക്കുകൾ അവസാനിപ്പിക്കും, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യാ? ആണോ? പക്ഷേ ഇത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, വീണ്ടും തുടങ്ങാനായിട്ട് ചിലപ്പോ രണ്ടാമത് പറയും. അപ്പൊ അവർക്ക് എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ വളരെ വൈകിക്കഴിഞ്ഞാലും സ്റ്റാഫുകൾക്ക് ക്ഷീണം പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ സർ?
Thank you, miss. ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിനകത്ത് പാരഗ്രാഫ് ഉണ്ടല്ലോ സ്ട്രൈക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൊത്തം ഒന്ന് റീഡ് ചെയ്യണം. പിന്നെ ട്രീറ്റ്മെന്റ് ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, miss. Thank you, miss. Thank you.